Hello guys, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. സോ കഴിഞ്ഞ ആഴ്ച ഞാൻ 2 വീഡിയോസ് ചെയ്തിരുന്നു. ടീഷർട്ട് നമുക്ക് എങ്ങനെ ഓൺലൈൻ വഴി വിൽക്കാം, അതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയലാണ് ഞാൻ ലാസ്റ്റ് വീക്ക് ചെയ്തിരുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ടെംപ്ലേറ്റ്സ്, ഫ്രീ ടെംപ്ലേറ്റ്സിനകത്ത് തന്നിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പിലിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നതാണ്. സോ ആ സമയത്ത് തന്നെ ഞാൻ 2-3 ടീഷർട്ടിൻ്റെ ഡിസൈൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് തന്ന ആ സെയിം ഡിസൈൻ വെച്ചിട്ട് ചെറിയ ക്യാപ്ഷൻസ് എല്ലാം വ്യത്യാസം വരുത്തിയിട്ട് ഞാൻ ചെറിയൊരു 2-3 ടീഷർട്ട് ഡിസൈൻസ് അപ്ലോഡ് ചെയ്തിരുന്നു. മറ്റൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊന്നും ഞാൻ ചെയ്തില്ല. അതായത് ഫേസ്ബുക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാനോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരു സെയിൽ, ആ അക്കൗണ്ടിൽ ഒരു സെയിൽ വന്നിട്ടുണ്ട്. അതിൽ $4 എനിക്ക് കമ്മീഷനായിട്ട് ലഭിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വളരെയധികം സെയിൽസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഈ ടീഷർട്ട് ഡിസൈനിങ് അല്ലെങ്കിൽ ടീഷർട്ട് ഓൺലൈൻ സെല്ലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ടീസ്പ്രിങ് തന്നെയാണ്. ഒരുപാട് ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതും വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഈ ടീസ്പ്രിങ്ങിൽ എങ്ങനെയാണ് നമ്മുടെ പേയ്മെൻറ്റ്സ് ലഭിക്കുന്നതെന്ന്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സെയിലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ആകുള്ളൂ. പേയ്മെൻറ്റ് നമുക്ക് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന വിഡ്രോവൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പേപ്പാൽ അല്ലെങ്കിൽ പയോനിയർ അക്കൗണ്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ 2 അക്കൗണ്ടും ഉള്ളത് കാരണം ഞാനിപ്പോൾ ഒന്നില്ലെങ്കിൽ പേപ്പാൽ അല്ലെങ്കിൽ പയോനിയർ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് ഇതിൽ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സെയിൽ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെയിൽ നടന്നിട്ടുണ്ട്. അതിൽ യാതൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഞാൻ ചെയ്തിട്ടില്ല, ഫ്രീ പ്രൊമോഷൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് നല്ല ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ ഈ ടീസ്പ്രിങ്സ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും. പല പല വെബ്സൈറ്റിലും ആഡ് മുഖേനയൊക്കെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും, നമ്മളുടെ ആഡ് പ്രൊമോട്ട് ചെയ്യും. സോ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ കൂടി ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമുക്കെങ്ങനെ ഫ്രീ പ്രൊമോഷൻ ഫേസ്ബുക്ക് മുഖേനയോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മുഖേന നമുക്കെങ്ങനെ ഫ്രീ പ്രൊമോഷൻ ചെയ്യാം, അതിനുള്ള ഗ്രൂപ്പ്സ് ഒക്കെ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം, അതുകൂടാതെ ഏത് ടൈപ്പ് ഡിസൈൻസ് ആണ് കൂടുതൽ സെല്ലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ സെയിൽസ് ലഭിക്കുന്നത് ഏത് ടൈപ്പ് ഡിസൈൻസ് ആണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ടീസ്പ്രിങ്ങിൽ ആദ്യമായി കിട്ടിയിരിക്കുന്ന ഒരു സെയിലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റെക്കമെൻഡേഷൻസ് ഫോർ യു എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ 2-3 ടീഷർട്ട്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള നല്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടീഷർട്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡാഷ്ബോർഡ് ഒന്ന് എടുത്ത് നോക്കാം. ലിസ്റ്റിങ്സിൽ എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ടു ബി പെയ്ഡ്, അതായത് എൻ്റെ അക്കൗണ്ടിലേക്ക് പേ ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് $4 ആണ്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ട് സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് കാണില്ല. കാരണം ഏതെങ്കിലും ഒരു സെയിൽ നടന്നാൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൽ ടു ബി പെയ്ഡ് ഈ സെക്ഷനിലൊന്നും പ്രോഫിറ്റ് ഇതൊന്നും കാണിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി പ്രോസസ്സിംഗ് ആണ് പ്രിൻറ്റിങ്. അത് കഴിഞ്ഞ് കസ്റ്റമറിന് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഒരു കമ്മീഷൻ, ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരികയുള്ളൂ. നമുക്ക് ഈ പഗ് എന്ന് പറയുന്ന ഈ ഒരു ടീഷർട്ടിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, $15 ഇതിൻ്റെ വില, ഈ ടീഷർട്ടിന് വരുന്ന വില. അതിൽ പ്രിൻറ്റിംഗ് കോസ്റ്റും മറ്റുള്ള മെറ്റീരിയൽ കോസ്റ്റും എല്ലാം $11 ആയിരിക്കും. എനിക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ബാലൻസ് $4. അതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നലെ ഈ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. ഇതിൽ ഞാൻ മറ്റൊരു പ്രൊമോഷനോ ഒന്നും ചെയ്തിട്ടില്ല. ഫേസ്ബുക്കിൽ പോലും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ പ്രൊമോട്ടോ അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്താൽ എത്രയധികം സെയിൽസ് നമുക്ക് ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ 5 ടീഷർട്ട് ഡിസൈൻസാണ് ഞാൻ ഇതിലാകെ കൂടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രാഫിക് എങ്ങനെയാണെന്ന് നമുക്കിവിടെ ജസ്റ്റ് നോക്കാം. നിങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ അനാലിറ്റിക്സ് എടുത്ത് നോക്കാം, ഏത് രീതിയിലാണ് നമുക്ക് ട്രാഫിക് ഇതിലേക്ക് വന്ന് നമുക്ക് സെയിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്കിവിടെ കാണാം ഓർഡേഴ്സ് മെയ്ഡ് 14-ാം തീയതിയാണ് എനിക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 1 യൂണിറ്റ് സോൾഡ്, അതുപോലെ തന്നെ ടോട്ടൽ പ്രോഫിറ്റ് $4. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോഴ്സ്. ഇത് ബൂസ്റ്റഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടീസ്പ്രിങ് എന്ന് പറയുന്ന കമ്പനി തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ട്രാഫിക് മെത്തേഡാണ്. ഇതിൻ്റെ അനാലിറ്റിക്സ് നമുക്കറിയാൻ പറ്റില്ല, ഏത് രീതിയിലാണ് അവർ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നതെന്ന്.
ഇവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ആണെങ്കിൽ ഈ ഒരു ടീസ്പ്രിംഗ് എന്ന് പറയുന്ന കമ്പനി തന്നെ നമ്മളുടെ ആയ ഒരു പ്രോഡക്റ്റ് ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സെയിൽ നടന്നിരിക്കുന്ന ഈ ഒരു ടീഷർട്ടിൻ്റെ ആകെ കിട്ടിയിരിക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ 10 വ്യൂ മാത്രമാണ്. 10 വ്യൂ കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ഓർഡറും കിട്ടി. അതുപോലെ അപ്പോൾ നിങ്ങളിത് ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1000 വ്യൂ ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ടീഷർട്ടിന് കിട്ടുക എന്ന് വിചാരിക്കുക എങ്കിൽ ഏകദേശം ഒരു 20-30 യൂണിറ്റ് സെയിൽസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ ടൈമും നമ്മുടെ ഡേറ്റും സെയിൽ കിട്ടിയിരിക്കുന്ന ഡേറ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെയധികം പൊട്ടൻഷ്യലുള്ളൊരു വെബ്സൈറ്റ് തന്നെയാണ് ഈ ടീസ്പ്രിംഗ്. അതുപോലെ തന്നെ ടീഷർട്ട് ഓൺലൈൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എൻ്റെ പേപ്പാൽ ഐഡിയോ മറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ അത് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേപ്പാൽ അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. ഓക്കെ, ചേഞ്ച് യുവർ ഇമെയിൽ പാസ്വേഡ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പേപ്പാൽ അഡ്രസ്സ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പേപ്പാൽ അഡ്രസ്സ് എന്ന് പറയുന്നത് പേപ്പാലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി മാത്രം കൊടുത്താൽ മതി. മറ്റൊന്നും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യേണ്ട. ഇതാണ് ഇതിൻ്റെ പേപ്പാൽ അഡ്രസ്സ്. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ടുണ്ട്, എന്താണ് ഈ പേപ്പാൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതേ മെയിൽ ഐ ഡി തന്നെയാണ് പേപ്പാൽ അഡ്രസ്സ്. നിങ്ങളെ അതിനുശേഷം സെറ്റ് പേപ്പാൽ അഡ്രസ്സ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് നമ്മളെ പേപ്പാൽ അക്കൗണ്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, you will receive a message to your email address that you will need to use to confirm the PayPal email change. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ കൺഫർമേഷൻ മെയിൽ വരും. നമ്മളുടെ പേപ്പാൽ ഐ ഡി തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇത് കുറച്ച് ടൈം പിടിക്കും. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ മെയിൽ ലഭിച്ചില്ലെങ്കിൽ റീസെൻറ്റ് കൺഫർമേഷൻ മെയിൽ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് വീണ്ടും കൺഫേം ചെയ്യുക. ഓക്കെ, റീസെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മെസ്സേജ് കിട്ടും. യു വിൽ റിസീവ് എ മെസ്സേജ് ടു യുവർ ഇമെയിൽ അഡ്രസ് ദാറ്റ് you will need to use to confirm the PayPal email change. Please remember the confirmation email goes to your teespring login email. അതായത് നിങ്ങളുടെ ഈ ടീസ്പ്രിംഗ് സൈനപ്പ് ചെയ്ത മെയിൽ ഐ ഡിയിലേക്കായിരിക്കും കൺഫർമേഷൻ മെയിൽ വരുന്നത്, അല്ലാതെ നിങ്ങളുടെ പേപ്പാൽ മെയിൽ ഐ ഡിയിലല്ല. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ കൺഫർമേഷൻ മെയിലിലേക്ക് വരുള്ളൂ. ഓക്കെ, ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ടീസ്പ്രിംഗ് വന്നിട്ടുണ്ട്. എ റിക്വസ്റ്റ് ഹാസ് ബീൻ മെയ്ഡ് ടു അപ്ഡേറ്റ് യുവർ ടീസ്പ്രിംഗ് പേപ്പാൽ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ദിസ് ആക്ഷൻ ഈസ് നോട്ട് ഫൈനൽ അൺടിൽ യു ക്ലിക്ക് ഹിയർ ടു കൺഫേം ദാറ്റ് ദിസ് ചേഞ്ച് ഇസ് കറക്റ്റ്. അപ്പോൾ ഈ ഹിയർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് യുവർ പേപ്പാൽ അഡ്രസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ പേപ്പാൽ, അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പയനിയറാണ് കുറച്ചുകൂടി കംഫർട്ടെങ്കിൽ പയനിയർ കണക്ട് യുവർ പയനിയർ അക്കൗണ്ട് നൗ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു പയനിയർ അക്കൗണ്ട് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ടീസ്പ്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയൽ കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്രീ പ്രൊമോഷൻ ഫേസ്ബുക്ക് മുഖേന എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രൊമോട്ട് ചെയ്യാനുള്ള ലിങ്ക് ആദ്യം നിങ്ങൾ ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ വേർഡ് പാഡിലോ കോപ്പി പേസ്റ്റ് ചെയ്തിടുക. എന്നിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടീഷർട്ട് അതിൻ്റെ അഡ്രസ്സ് ഏറ്റവും മുകളിൽ നിന്ന് അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. അതായത് teespring.com/pug എന്ന് പറയുന്ന ഏറ്റവും മുകളിൽ കാണുന്നതാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന ലിങ്ക്. അത് കോപ്പി ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിലേക്ക് വരിക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ടീസ്പ്രിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് ഡോഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടീഷർട്ട്സ്, അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്നത് കാരണം ഹോളിഡേ റിലേറ്റഡ് ആയിട്ടുള്ള ടീഷർട്ട്സ്, പിന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ണി ടീഷർട്ട്സ്, ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ലഭിക്കാൻ ചാൻസ് ഉള്ള ടീഷർട്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ കാണിക്കാൻ പോകുന്നത് ഈ ഡോഗ് റിലേറ്റഡ്, അതായത് പഗ് എന്ന് പറയുന്ന ഡോഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ ഫേസ്ബുക്കിലേക്ക് വരിക. എന്നിട്ട് സെർച്ച് ബോക്സിൽ നമുക്ക് ഡോഗ് ലവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീഷർട്ട് ഏത് കാറ്റഗറി അനുസരിച്ചായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ ഫേസ്ബുക്കിൽ വന്ന് സെർച്ച് ചെയ്യുക. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് പോവുക. എന്നിട്ട് ഈ കാണുന്ന എല്ലാ ഗ്രൂപ്പുകളിലും, അതായത് കേരള ഡോഗ്സ് ലവേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലൊന്നും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മലയാളീസ് അധികം ഓൺലൈൻ വഴി ടീഷർട്ട്സ് ഇതുപോലുള്ള സൈറ്റുകളിൽ നിന്ന് മേടിക്കാൻ സാധ്യതയില്ല. കാരണം ഷിപ്പിംഗ് കോസ്റ്റ് എല്ലാം കൂടുതലായിരിക്കും. നമ്മളപ്പോൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് US, UK, കാനഡ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസൊക്കെ ടാർഗറ്റ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പ്സിലെല്ലാം ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 136K ഒക്കെയാണ്. അപ്പോൾ വളരെയധികം സെയിൽസും അല്ലെങ്കിൽ റീച്ചും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതിനെല്ലാം റിക്വസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആൻസർ ചെയ്യുക. അതിൻ്റെ റൂൾസ് എല്ലാം അനുസരിച്ച് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ ഡോഗ് ലവേഴ്സ് എന്ന് പറയുന്നത് 131K മെമ്പേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പുകളിലെല്ലാം ജോയിൻ ചെയ്തിട്ട് നിങ്ങളാകെ ചെയ്യേണ്ടത് ചെറിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലുള്ള ടീഷർട്ട് ഡിസൈൻ ഫോർ പഗ് ലവേഴ്സ് എന്നോ അല്ലെങ്കിൽ ഡോഗ് ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ലിങ്കും കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ ഡോഗ് ലവേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രോഡക്റ്റിലേക്ക് അവർ വരും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്രീ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല സെയിൽസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലും സെയിൽസ് നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം സെയിൽസ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇനിയും ഇതിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെയ്ഡ് പ്രൊമോഷൻ തന്നെ ചെയ്യണം ഫേസ്ബുക്ക് മുഖേന. അതായത് ചെറിയൊരു എമൗണ്ട്, ഒരു 200-150 രൂപ ഡെയിലി സ്പെൻഡ് ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ നടത്തുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെയിൽസ് ലഭിക്കും. നല്ല ഡിസൈനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സെയിൽസ് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം എൻ്റെ വിസ കാർഡ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അത് ബാങ്കിൽ ചെന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൽ നമുക്ക് റുപേ കാർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫേസ്ബുക്ക് ആഡിൽ മെയിൻലി നമുക്ക് മാസ്റ്റർ കാർഡോ അല്ലെങ്കിൽ വിസ കാർഡോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാർഡ് ക്ലിയർ ആയിട്ട് ഞാൻ എങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യും എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ കൂടി നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ഈ ടീഷർട്ട് ഡിസൈൻസ് എല്ലാം വെച്ചിട്ട്. അതുപോലെ തന്നെ ഈ പേ ഔട്ട് സെക്ഷനിൽ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളുടെ യു കറൻ്റ്ലി ഹാവ് $4 റെഡി ടു ബി പെയ്ഡ് ഔട്ട്. ഇപ്പോൾ സ്റ്റാർട്ട് എ പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പാൽ അക്കൗണ്ടിലേക്ക്, നമ്മൾ കൊടുത്തിരിക്കുന്ന പേപ്പാൽ അക്കൗണ്ടിലേക്ക് ഈ $4 പോയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പേ ഔട്ട് ചെയ്യുന്നില്ല, കാരണം കുറച്ച് എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പേപ്പാലിൽ വെറുതെ ഫീസ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ലൊരു എമൗണ്ട് ആയാൽ മാത്രമേ ഞാനിപ്പോൾ വിഡ്രോ ചെയ്യുന്നുള്ളൂ. സോ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിന് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.